ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബിറ്റ്സ് പ്രോജക്റ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലെ ഓരോ എലമെൻറ്റിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഈ ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പം ഫ്രൂട്ട്സിലെ 0th എലമെൻറ്റിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് മറ്റൊരു എലമെൻ്റ് ആക്കാൻ പോവുകയാണ്. അതിനെ ആപ്പിൾ 1 എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഇനി ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഈ ഫ്രൂട്ട്സിൽ ഉണ്ടായിരുന്നത് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ആയിരുന്നു. അത് മാറി ആപ്പിൾ 1 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് മാറിയത് നമുക്ക് കാണാം. ഇതിപ്പോൾ റീപ്ലേസ് ചെയ്യണമെന്നത് അതായത് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിലെ റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കൊരു എലമെൻറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പൻഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്കുണ്ട്. അതിനകത്തേക്ക് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഡോട്ട് അപ്പൻഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഇതിലേക്ക് അപ്പൻഡ് ആവുന്ന കാണാം. അപ്പോൾ പീച്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഇതിനകത്തേക്ക് അപ്പൻഡ് ചെയ്തു. അതിനുശേഷം ഫ്രൂട്ട്സിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ആപ്പിൾ 1, ഓറഞ്ച്, അതേപോലെ തന്നെ പീച്ച് എന്ന് പറയുന്ന 3 വാല്യൂസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അപ്പൻഡ് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റിലെ ഏറ്റവും അവസാന എലമെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന എലമെൻറ്റ് ആഡാവുന്നത്. അതിന് പകരം നമുക്ക് പറയുന്ന ഒരു ഇൻഡെക്സിലേക്ക് വാല്യൂ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻസേർട്ട്. ഫ്രൂട്ട്സ് ഡോട്ട് ഇൻസേർട്ട് ആദ്യത്തെ എലമെൻ്റായിട്ട് നമുക്ക് മാംഗോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള സിൻടാക്സ് ആണിത്. ഫ്രൂട്ട്സ് ഡോട്ട് ഇൻസേർട്ട് 0th എലമെൻറ്റ്, അതായത് ഇത് ഇൻഡെക്സ് വാല്യൂവും ഇവിടെ ആഡ് ചെയ്യേണ്ട എലമെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ 0th എലമെൻറ്റിലേക്ക് വാല്യൂ ആഡാവും. ഇനി അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പം 0th എലമെൻറ്റിലേക്ക് മാംഗോ എന്ന് പറയുന്ന വാല്യൂ ആഡായി. അതേപോലെ തന്നെ ബാക്കിയുള്ള എലമെൻറ്റ് അതേപടി അവിടെ ഉണ്ട്. ഈ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് നമ്മൾ ഒരു ലിസ്റ്റിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എങ്ങനെയാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കി. നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലിസ്റ്റിൽ നിന്നും ഒരു വാല്യൂ റിമൂവ് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.